ആ മോൾ എണീറ്റോ? ഏട്ടന് ചായ വെച്ചില്ലേ? ചായ വർക്കേരിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ല? ഞാനൊന്നും കണ്ടില്ല. മോൾ വിടുന്ന ഏട്ടൻ കൊണ്ടുവരാം. മോളെ അഞ്ചു, ഏട്ടൻ പോയിട്ട് കേട്ടോ. ഇന്ന് എവിടെയാ പണി? നമ്മുടെ അശോകന്റെ വീട്ടില, അവിടെ നിന്ന് 8 മണിയാ. ഏട്ടന് ഇതല്ലാണ്ട് വേറെ വല്ല പണിക്കും പറ്റൂടെ? എത്ര പണി ഈ നാട്ടിൽ കിടക്കുന്നു? 8ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് വേറെ എന്ത് ജോലി ഇട്ടാലും മോളെ, അല്ലെങ്കിൽ ഈ പണിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. കെട്ടിന്റെ തേപ്പിന്റെ പണിക്ക് പോയിട്ട് മറ്റുള്ളൊരു മുന്നിൽ എന്നെ നാണം കെടുത്താനായിട്ട്. ദോശ ഉണ്ടാക്കി അടുക്കള വെച്ചിട്ടുണ്ട്, മുഴുവൻ കഴിക്കണേ. പിന്നെ മോള് ചായ ഏട്ടന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ എടുത്തോളാം. ഏട്ടൻ വരുന്നേ. നീ എവിടെയുള്ളത്? എടാ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഏട്ടന് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നീ ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി. 1000 രൂപയില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ശരി ശരി, ഇങ്ങോട്ട് വരണ്ട എന്തായാലും. ഞാൻ എത്തി ഒരു 5 മിനിറ്റ്. ശരി ശരി. എടാ വേഗം പോവാൻ നോക്കോ. ഞാൻ അപ്പഴേ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഏട്ടൻ വന്നിട്ടില്ല, സമാധാനം. നേരത്തെ എത്തിയോ? ഏട്ടനെന്താ ഇത്ര നേരം? ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയാ. മഴയല്ലേ മോളെ, കൂടെയുള്ള പണിക്കാരൊക്കെ ലീവാക്കി. നാളെ കെട്ടുകാരെ വരാനുള്ള, ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടാ. ഇതെന്ത് കോലം ഏട്ടാ, ഒന്ന് വേഗം കുളിച്ചിട്ട് വാ. കാണുമ്പോ തന്നെ അറപ്പാവുന്നു. ഇത് കുറച്ച് ഉള്ളി വരെയാ മോളെ, മോള് കഴിച്ചിരിക്കും. അപ്പൊ ഏട്ടൻ കുളിച്ചായ ഉണ്ടായിത്തരാം. എടാ എവിടെ എത്തി? മഴയാണേ, സൂക്ഷിച്ചു പോണം. നീയാണെങ്കിൽ എത്ര സ്പീഡിലാ പോകുന്നത്? മെല്ലെ പോന്നിട്ട് എത്തിയിട്ട് വിളിക്ക്. ശരി. എത്ര നേരമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്? എന്താക്കിയതാ? ഏട്ടനയിൽ പൈസ ഇല്ലായിരുന്നു മോളെ, ഒരാളുടെ മേടിക്കാൻ പോയതാ. അല്ല ഇപ്പൊ എന്തിനാ അത്യാവശ്യമായിട്ട് 4000 രൂപ? അതെനിക്ക് കോളേജിൽ സ്പെഷ്യൽ ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പഴാ ഓർത്തത്. അതാ ഞാൻ അപ്പൊ തന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞത്. അത് സാരല്ല, എന്നാ വായിക്കണ്ട, വേഗം പോവാൻ നോക്ക്. എന്നാ ശരിയായിട്ടോ, ഞാൻ വരുന്നേ. എടാ നിനക്ക് ബൈക്കിന്റെ അടവിന് പൈസ വാങ്ങി നേരത്തെ പറയണ്ടേ? ഞാൻ വേണ്ട പണി സ്ഥലത്ത് പോയി വണ്ടി വരിക. സോറിടാ, പൈസ കിട്ടിയോ? പൈസ കിട്ടിട്ട് നീ വേഗം വണ്ടി എടുക്കാൻ നോക്ക്. പിന്നെ ഇവിടെ നിന്നല്ലേ കേറുന്ന. നീ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്ക്, ഞാൻ വന്നോളാം.
ആ ഇതാ രാധി ചേച്ചിയോ? വാ രാധി ചേച്ചി. എന്താ സതീഷ, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ. പൊതുവെ നീ ഞായറാഴ്ച ഒന്നും ലീവാക്കല്ലോ, ഇന്നെന്ത് പറ്റി? ഈ ആഴ്ച മുഴുവൻ കെട്ടുപണിയായിരുന്നു. അപ്പൊ കല്ലെടുത്ത് നടുവിൽ ചെറിയൊരു പണി, പിന്നെ മഴയല്ലേ, ഒരു ദിവസം ലീവാക്കട്ടെ പറഞ്ഞിരുന്ന. ആ അതെന്തായാലും നന്നായി. ഈ പണിക്ക് റെസ്റ്റ് അത്യാവശ്യം തന്നെയാ. പിന്നെ ഈ മഴ ഒന്ന് കഴിയട്ടെ കേട്ടോ, ഞാൻ പെയിന്റ് അടിക്കാൻ ആളെ വിടുന്നുണ്ട്. ആ ആയിക്കോട്ടെ. വാടകയ്ക്ക് കൊടുക്കാൻ മക്കൾക്കൊന്നും തീരെ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നീ ആ പെൺകുട്ടിനെയും കൊണ്ട് അടച്ചുറപ്പില്ലാത്ത വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ നാട്ടുകാരായ നമുക്കൊരു മനസ്താപം ഉണ്ടാവില്ലേ? അതുകൊണ്ടാ നിന്നോട് ഇവിടെ വാടകയ്ക്ക് ഇരുന്നോന്ന് പറഞ്ഞത്. അതെനിക്ക് അറിയാലോ ചേച്ചി, അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഈ ചെറിയൊരു വാടകയ്ക്ക് ഇത്രയും വലിയ വീട് കിട്ടുക കാരണം. അത് പോട്ടെടോ. പിന്നെ നമ്മുടെ അഞ്ജുവിന് കല്യാണപ്രായം ആയതല്ലേ, ഒരു ചെക്കനൊക്കെ നോക്കണ്ടേ? ഇപ്പൊ നോക്കുന്നില്ല രാധിക ചേച്ചി, അവളുടെ കോഴ്സ് കഴിഞ്ഞും 2 വർഷം എടുക്കുന്ന പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ ഇട്ടിട്ട് നോക്കുന്നുള്ളൂ. പിന്നെ പോന്ന വീട്ടിലെ അവൾക്ക് ആരെയും ആശ്രയിക്കണ്ടല്ലോ. ഞാനേ പഠിച്ചിട്ടില്ല, അവളെങ്ങനെ നല്ലതായി ഇരിക്കട്ടെ. ആ നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ഒരു ജോലി അത്യാവശ്യം തന്നെയാ. പിന്നെ നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല സതീഷ, എന്നാ നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? അയ്യോ, അനിയത്തിക്കുമ്പോ ഞാനെങ്ങനെ കല്യാണം കഴിക്കണ? എന്തായാലും അവളെ കഴിക്കട്ടെ രാധിക ചേച്ചി. അതല്ലടോ, ഇപ്പൊ തന്നെ 34 കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ അവളുടെ കല്യാണൊക്കെ കഴിയുമ്പോഴേക്കും നിനക്ക് എത്ര വയസ്സാവും പറഞ്ഞിട്ടാ? ഒന്നാമത് ഒറ്റ തടിയും വാടക വീടും. ഇപ്പൊ 30 കഴിഞ്ഞാൽ തന്നെ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്തായാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അമ്മ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത്. അന്നേരം ഇവക്ക് വെറും 7 വയസ്സാണ്. അന്ന് മുതൽ ഞാൻ ഇവക്ക് വേണ്ടി മാത്രമേ ജീവിക്കുന്നത്. ഇവിടെ എങ്ങനെ പഠിപ്പിച്ച് ജോലിയാക്കി നല്ല നിലയ്ക്ക് എത്തിക്കണം. അത് മാത്രമല്ല ചേച്ചി, അല്ലാതെ എന്റെ കല്യാണക്കാരിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവളുടെ അനിയത്തിയല്ല, എന്റെ മോളാണ്. എന്തായാലും നിന്നെ പോലത്തെ ഒരു ആങ്ങളെ കിട്ടാന്ന് പറഞ്ഞാ അതവളുടെ ഏറ്റവും വലിയ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി. എടാ, എന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഏട്ടൻ കല്യാണം കഴിപ്പിക്കുന്ന പറയുന്നത്. അതിനിടെ കൂടെ നിന്റെ കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. എടാ, അത് നടക്കുന്ന കാര്യമല്ല. നിന്റെ വീട്ടിൽ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞാ മതി, ഞാൻ ഇറങ്ങി വന്നോളാം. ഏട്ടനൊന്നും എനിക്കൊരു വിഷയമല്ല. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ആ ശരി. മോളെ അഞ്ജു, മോളെ. जब मोरी चादर बन घर